ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ചോദ്യപേപ്പറാണ്. കോഡ് നിങ്ങൾക്ക് കാണാം 228 2023. അപ്പൊ ഈ ഒരു ചോദ്യപേപ്പർ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2, അതുപോലെ LD ക്ലർക്ക്, ക്ലേ വർക്കർ, ലാബ് അസിസ്റ്റന്റ്, ഇത്രയും എക്സാമുകൾക്ക് വേണ്ടി കേരള PSC നടത്തിയതാണ്. ഇത് 18/11/2023 നവംബർ മാസത്തിൽ നടന്ന എക്സാമാണ്. ഫൈനൽ കീ വെച്ചിട്ട് 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ഓപ്ഷൻ: ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് മിൽ സമരം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാറിലാണ്. ഖേദ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്നതും ഗുജറാത്തിലാണ്. അപ്പൊ ഇവിടെ 2 മാത്രം തെറ്റാണ്, 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ഈ 3 സമരവും നേതൃത്വം വഹിച്ചത് നമ്മുടെ ഗാന്ധിജിയാണ്. ചമ്പാരൻ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ആദ്യ സമരമാണ്. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സമരമാണ്. ഇത് ബീഹാറിലാണ്. എന്നാണ്? 1917 കാലഘട്ടത്തിലാണ്. തിങ്കതിയ സമുദായക്കാർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ സമരം. ഖേദ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഗാന്ധിജി നടത്തിയതാണ്. 1918 ഖേദ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലാണ്. ഈ ഖേദ സത്യാഗ്രഹം കർഷകർക്ക് വേണ്ടി നടന്ന സമരമാണ്. ഇനി 1918 തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്നതാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുമ്പോൾ ഇത് മില്ലിൽ നടന്നതാണ്. അത് തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ്. അപ്പോ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമരം ഏതെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് മിൽ സമരമാണ്. ഇനി ഈ ഒരു സമരത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്ലേഗ് ബോണസ് ആണ് എന്ന് പറയാം. അപ്പൊ പ്ലേഗ് വന്ന സമയത്ത് ആളുകളെ കിട്ടാണ്ടായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇവർക്ക് കൂടുതൽ സാലറി ഓഫർ ചെയ്തു. അങ്ങനെ ആളുകൾ ജീവൻ പണയം വെച്ചിട്ട് വന്ന് ജോലിയൊക്കെ ചെയ്തു. 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലേഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവരുടെ സാലറി ഒക്കെ വളരെയധികം കുറയ്ക്കുകയും നികുതിയൊക്കെ കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതിനെതിരെ തൊഴിലാളികൾ സംഘടിച്ചു. അവരുടെ നേതാവായി ഗാന്ധിജി വന്നതാണ്. അപ്പൊ പ്ലേഗ് ബോണസ് എന്നതാണ് ഈ ഒരു സമരത്തിന് ഒരു റീസൺ പറയുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? നമ്മുടെ ആൻസർ: തൃശൂർ പൂരം ആരംഭിച്ചു. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. അപ്പോ ഈ തൃശൂർ പൂരം ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിന്റെ സ്ഥാപകൻ. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1ാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. 2ാം തൃപ്പടിദാനം നടത്തിയത് ആരാണ്? രണ്ടാമത് വന്ന രാജാവാണ്, ധർമ്മരാജ. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വിദേശ ശക്തികളെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ഈ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ്? 1741 നടന്ന കുളച്ചൽ യുദ്ധത്തിലാണ്. ഡിലനോയി എന്ന വ്യക്തിയാണ് പരാജയപ്പെടുത്തുന്നത്. ഡച്ചുകാരുടെ സേനാ നായകനായിരുന്നു ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നാണ് ഇദ്ദേഹത്തിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്, വലിയ കപ്പിത്താൻ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ 1 മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. ചുവടെ നൽകിയിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? നമ്മുടെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഐക്യ കേരള പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതി ഈ ഐക്യ കേരളത്തിന് വേണ്ടി ഇദ്ദേഹം രചിച്ചതാണ്. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന കൃതി നമ്മുടെ EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. എന്നാൽ ഐക്യ കേരള കൺവെൻഷനുമായി ബന്ധപ്പെട്ട് 1947 തൃശ്ശൂരിൽ ആരാണ് നേതൃത്വം വഹിച്ചത്? കേളപ്പനായിരുന്നു. അടുത്ത ചോദ്യം, ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങള് അവയുടെ സ്ഥാപക നേതാക്കളെയും തന്നിരിക്കുന്നു. ഇതില് ശരിയായ ബന്ധം ഓർക്കുക. നമ്മുടെ ആൻസർ: ഒന്നാമത്തത് കേസരി, കേസരി തന്നിരിക്കുന്നു. രണ്ടാമത്തത് യങ് ഇന്ത്യ. 3 വോയിസ് ഓഫ് ഇന്ത്യ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിനകത്ത് 1ഉം 3ഉം ശരിയാണ്.
കേസരി ബാലഗംഗാധര തിലകാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. യങ് ഇന്ത്യ ഗാന്ധിജിയാണ്. യങ് ഇന്ത്യ ഹരിജൻ തുടങ്ങിയ പത്രങ്ങൾ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. അപ്പോ കേസരി മറാത്ത ഈ രണ്ട് പത്രങ്ങളുടെ ആരുടേതാണ്? ഈ രണ്ട് പത്രങ്ങള് നമ്മുടെ ബാലഗംഗാധര തിലകന്റേതാണ്. ആനി ബസന്റിന്റെ പത്രം ഏതാണ്? ന്യൂ ഇന്ത്യ. ആനി ബസന്റിന്റെ പത്രമാണ് ന്യൂ ഇന്ത്യ. ആനി ബസന്റിന്റെ പത്രമാണ്. അതുപോലെ തന്നെ കോമൺ വീലും നമ്മുടെ ആനി ബസന്റിന്റെ പത്രമാണ്. ആനി ബസന്റിന്റെ രണ്ട് പത്രങ്ങളാണ് പഠിച്ചത്, ന്യൂ ഇന്ത്യയും കോമൺ വീലും. അപ്പൊ പുതിയ വീലുള്ള വണ്ടി എന്ന് ഓർത്തു വെച്ചാൽ നമുക്കിത് ഉത്തരം കിട്ടും. ആനി ബസന്റ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്, യങ് ഇന്ത്യ ഹരിജൻ നമ്മുടെ ഗാന്ധിജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? എനിക്ക് ശേഷം പ്രളയം, ഞാനാണ് രാഷ്ട്രം, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. അപ്പോ ഇതിന്റെ ഉത്തരം മൂന്നാമതാണ് തെറ്റ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. റൂസോ പറഞ്ഞു. ഞാനാണ് രാഷ്ട്രമെന്ന് ലൂയി 14 എനിക്ക് ശേഷം പ്രളയമാണെന്ന ഫ്രഞ്ച് ലൂയി 15 പറയുന്നു. എന്നാൽ 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഈ വിപ്ലവം നടന്നപ്പോൾ രാജാവ് ലൂയി 16 ഞാനാണ് രാഷ്ട്രം ചോദിക്കാറുണ്ട്. ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് 15 ഓക്കെ ആണ്, ക്ലിയർ ആണ്. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ ചോദ്യം നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കാം. ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്ത PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺ വിത്ത് റീജ എന്ന ടെലിഗ്രാം ചാനലിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് PDF അവൈലബിൾ ആയിരിക്കും. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈന എന്ന രാജ്യത്താണ്. 2023 ഏഷ്യൻ ഗെയിംസ് ആണ് ചോദ്യം. ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ചൈനയിലാണ്. അപ്പൊ ഏഷ്യൻ ഗെയിംസ് 2023 വിന്നർ ആരായിരുന്നു? വെന്യൂ നമ്മൾ പഠിച്ചു, ഹാങ്ഷു എന്ന സ്ഥലം. പ്രോപ്പറായിട്ടും കൂടെ പഠിച്ചേക്കാം. ഹാങ്ഷു എന്ന സ്ഥലമാണ്, ചൈനയിലാണ് നടന്നത്. അപ്പോ ഇതിന്റെ ചൈനയാണ്. ചൈനയ്ക്ക് എത്ര മെഡലുകൾ കിട്ടി? ടോട്ടല് 383 മെഡലുകളാണ് ചൈനയ്ക്ക് ലഭിച്ചത്. അപ്പൊ ഒന്നാം സ്ഥാനം ചൈന, ഹോസ്റ്റ് കൺട്രി തന്നെ വിജയിച്ചു. രണ്ടാം സ്ഥാനം ജപ്പാനാണ്. മൂന്നാം സ്ഥാനം സൗത്ത് കൊറിയയാണ്. ഇനി പ്രത്യേകത നമുക്കിവിടെ ഇന്ത്യക്ക് 4ാം സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ എല്ലാ മെഡലുകളും എക്സാമിന് ചോദിച്ചു. ഇന്ത്യക്ക് ടോട്ടൽ എത്ര മെഡൽ കിട്ടി എന്ന് ചോദിച്ചു. 107 ടോട്ടൽ കിട്ടിയ മെഡൽ ചോദിച്ചതാണ്. ഇനി എത്ര ഗോൾഡ്, എത്ര സിൽവർ, എത്ര ബ്രോൺസ്, അതും അടുപ്പിച്ചു തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. 28 ഗോൾഡ്, 38 സിൽവർ, 28 38. ഇനി 40 പറയാം, 41 ബ്രോൺസ്. അപ്പൊ ഈ ഒരു കണക്കുകൾ ചോദിച്ചു കഴിഞ്ഞു. 107 ടോട്ടൽ മെഡലിന്റെ എണ്ണവും ചോദിച്ചു. 5ാം സ്ഥാനം കൂടി പറഞ്ഞേക്കാം. ഉസ്ബെക്കിസ്ഥാൻ ആണ് 5ാം സ്ഥാനം. അടുത്ത ചോദ്യം, ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ചവറയിൽ കാണപ്പെടുന്നത് ഇൽമണൈറ്റ് ആണ്. ഇൽമണൈറ്റ്, മോണോസൈറ്റ് ഒക്കെ നിക്ഷേപമാണ്. അടുത്ത, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കുവാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? ആൻസർ സെപ്റ്റംബർ മാസം. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ആൻസർ ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ്. കമലം എന്ന് വെച്ചാൽ താമരയാണ് അല്ലെ. അപ്പോ ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പത്തെ നമ്മൾ പിങ്ക് ബ്രഹ്മകമൽ എന്നാണ് പറയുന്നത്. പിങ്ക് ബ്രഹ്മകമൽ, കിങ് ഓഫ് ഹിമാലയൻ ഫ്ലവേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോ നമ്മളുടെ ഉത്തരം സുവർണ ചതുഷ്കോണം ഹൈവേ ആണ്. 4 പ്രധാന നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഏത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അപ്പൊ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആണ്.
സൂപ്പർ ഹൈവേ ആണ്. ഇന്ത്യയിലെ 4 പ്രധാന നഗരങ്ങളെയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം, സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ശ്രീഹരിക്കോട്ട എന്ന സ്ഥലത്താണ്, ആന്ധ്രാപ്രദേശിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലാണ്. ഇത് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്താണ്. ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു ഇതിന്റെ ആദ്യകാല പേര്. ശ്രീഹരിക്കോട്ട റേഞ്ച് 2002 സെപ്റ്റംബർ 5-നാണ് സതീഷ് ധവാനോടുള്ള ആദരസൂചകമായിട്ട് ഇതിന്റെ പേര് മാറ്റിയത്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, ആദിത്യ L1 ഇതൊക്കെ അയച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാനിൽ നിന്നാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് അയച്ച എക്സ്പോ സാറ്റും എവിടെ നിന്നാണ് അയച്ചത്? നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് അയച്ചത്. 2024 ജനുവരിയിൽ ഇപ്പോ വിക്ഷേപിച്ചു. ലാസ്റ്റ് വിക്ഷേപണം നടത്തിയത് 2024 ജനുവരിയിലാണ്. ഇനി നമുക്ക് വേണ്ടത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, ആദ്യത്തെ L1 ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ആദിത്യ L1 ഉപയോഗിച്ച റോക്കറ്റ് PSLV ആണ്. ആദിത്യ L1 റോക്കറ്റിന്റെ പേരെന്താണ്? PSLV ആണ്. എന്താണ് ആദിത്യ L1? എക്സാമിന്റെ ഒരു ഷോ ക്വസ്റ്റ്യൻ ആണ് ആദിത്യ L1. അപ്പോ ആദിത്യ L1 എന്ന് പറയുമ്പോൾ നമ്മൾ സൂര്യനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ISRO വിക്ഷേപിച്ചതാണ്. ഈ ആദിത്യ L1 എന്ന് വെച്ചാൽ ലഗ്രാഞ്ച് പോയിന്റ് ആണ്. സൂര്യനെ ഒരു തടസ്സവും കൂടാണ്ട് കാണാൻ പറ്റുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ച് പോയിന്റ്. ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ്. 1.5 ലക്ഷം 15 ലക്ഷം അല്ലെങ്കിൽ 15 ദശലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം എന്ന് നമുക്ക് പറയാം അകലം. അപ്പൊ ഈ ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നാണ് ഒരു തടസ്സമില്ലാണ്ട് കാണാൻ പറ്റും. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആ ഒരു ഗുരുത്വാകർഷണ ബലം ഈക്വൽ ആയി വരുന്ന പോയിന്റ് കൂടിയാണ് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ 1.5 ദശലക്ഷം അകലെയാണെന്ന് പറയാം, അല്ലെങ്കിൽ 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് എന്ന് പറയാം. ഇത് വിക്ഷേപിക്കുന്നത് 5 വർഷത്തേക്ക്, 5 വർഷം 2 മാസത്തേക്കുള്ള ഒരു പ്ലാനാണ് ഇത് വിക്ഷേപിച്ചത്. സെപ്റ്റംബർ 2, 2023 ഇത് വിക്ഷേപിച്ചത്. 11:50 അല്ലെ? ഈ വാഹനത്തിന്റെ പേര് PSLV C XL57 എന്ന PSLV C57 എന്നോ PSLV XLC57 എന്നോ പറയാം. PSLV XLC57 എന്നാണ് വാഹനത്തിന്റെ പേര്. അപ്പൊ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ISRO ആണ് ഇതിന്റെ വിക്ഷേപകർ എന്ന് പറയുന്നത്. ISRO ആണ്. സൂര്യനെ നിരീക്ഷിക്കുകയാണ് ഇതിന്റെ പദ്ധതി. നിഗർ ഷാജി ആണ് ഇതിന്റെ ഡയറക്ടർ. ഈ പ്രോജക്റ്റിന്റെ ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ്. ഇനി 2024 ജനുവരി 6 ഇത് L1 ലഗ്രാഞ്ച് പോയിന്റിൽ എത്തി. ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 ക്രോമോസ്ഫിയർ, കൊറോണയെ കുറിച്ച് പഠിക്കുക, പ്ലാസ്മയെ കുറിച്ച് മനസ്സിലാക്കുക, താപ കൈമാറ്റ രീതികൾ മനസ്സിലാക്കുക, ഇങ്ങനെ കുറെ ബഹിരാകാശ കാലാവസ്ഥ, സൗരവാദത്തെ കുറിച്ച് പഠിക്കുക, ഭൗതിക കണികകളെയൊക്കെ നിരീക്ഷിക്കുക, ഇങ്ങനെ ഒത്തിരി ദൗത്യങ്ങളുണ്ട് ഇതിന്. ഇതിന്റെ പെലോഡുകളെ വ്യക്തമായി പഠിക്കണം. പെലോഡുകൾ ഏതൊക്കെയാണ്? VELC എന്ന പെലോഡുണ്ട്, സ്യൂട്ട് എന്ന പെലോഡുണ്ട്, അതുപോലെ സോളക്സ് എന്ന് പറയുന്ന പെലോഡുണ്ട്. ഇനി ഹെൽ 10S എന്ന് പറയുന്ന പെലോഡുണ്ട്, ആസ്പെക്സ് ഉണ്ട്, പിന്നെ പ്ലാസ്മ അനലൈസർ പാക്കേജ് പപ്പ എന്ന് പറയുന്ന പെലോഡുണ്ട്. ഇനി മാഗ്നറ്റോമീറ്ററുകൾ, ഹൈ റെസൊല്യൂഷൻ ഇതുണ്ട്. അങ്ങനെ 7 പെലോഡുകളാണ് ഉള്ളത്. ഇൻസിറ്റു പെലോഡും റിമോട്ട് സെൻസിങ് പെലോഡുകളായിട്ട് 7 പെലോഡുകളാണ് ഇതിനുള്ളത്. ഈ പെലോഡുകളെല്ലാം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. 12ാം പഞ്ചവത്സര പദ്ധതി ഇപ്പോൾ നടക്കുന്നു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്.
അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 to 4. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചത്. മാർച്ച് 15, 51 ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നു. ഹരോഡ് ഡോമർ മോഡൽ കൃഷി ജലസേചനമായിരുന്നു ദൗത്യം. 12ാം പഞ്ചവത്സര പദ്ധതി കംപ്ലീറ്റ് ആയി. അതോടുകൂടി പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചു. ഇപ്പോഴുള്ളത് നീതി ആയോഗ. സുസ്ഥിര വികസനമായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനവും അഭൂതപൂർവമായി വർദ്ധിച്ചു. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. ഇതിന്റെ ഉത്തരം 1 മാത്രമാണ് ബന്ധമില്ലാത്തത്. എം എസ് സ്വാമിനാഥനായിരുന്നു ഇതിന്റെ ഇതിനെ നയിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് ഉപയോഗിച്ചത്. കീടനാശിനി രാസവളങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു. ഇനി ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപാദനം അഭൂതമായി വർദ്ധിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാത്തിന്റെയും അങ്ങ് വർദ്ധിച്ചില്ല. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഗോതമ്പ് കൂടുതലായി വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തത് ഗോതമ്പാണ്. 2ാം സ്ഥാനം നെല്ലിനാണ്. പരുത്തിയും കരിമ്പും ഒക്കെ വികസിച്ചു. പക്ഷെ എല്ലാം അങ്ങ് ഒത്തിരി വിളകളുണ്ട്, എല്ലാം അങ്ങ് വികസിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ കാർഷിക മേഖലയിൽ ഗണ്യമായ ഒരു വർധനമുണ്ടായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയാണ്. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? നമ്മൾ ഉത്തരം വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. നരേന്ദ്രമോദി ചെയർമാനാണ്. വസുദൈവ കുടുംബകം അല്ലെങ്കിൽ എന്താണ് ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 1 എർത്ത് 1 ഫാമിലി 1 ഫ്യൂച്ചർ. ഇംഗ്ലീഷിലും ചോദിക്കാം. അപ്പോൾ ഇതായിരുന്നു ഇതിന്റെ ഒരു മോട്ടോ അല്ലെങ്കിൽ മുദ്രാവാക്യം. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇപ്പോൾ നടന്നത്. എവിടെ വെച്ചാണ് നടന്നത്? ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ്, പ്രഗതി മൈതാനിലാണ്. പ്രഗതി മൈതാൻ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടാണ് നടന്നത്? നമ്മുടെ ഭാരത് മണ്ഡപ് കൺവെൻഷൻ സെന്ററിലാണ് നടന്നത്. ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണിത് നടന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ നേതൃത്വം വഹിച്ച വെന്യൂവായ ആദ്യത്തെ മീറ്റിംഗ് ആണിത്. ഈ മീറ്റിംഗിൽ ഒരു പ്രത്യേകത ഉണ്ടായി. 21ാമത്തെ അംഗരാജ്യം വന്നു, ആഫ്രിക്കൻ യൂണിയൻ. അംഗരാജ്യമല്ല, ഒരു സംഘടനയാണ് ആഫ്രിക്കൻ യൂണിയൻ വന്നു. 19 രാജ്യങ്ങൾ, ഒരു യൂറോപ്യൻ യൂണിയൻ, ഇപ്പോൾ ഒരു പുതിയ യൂണിയൻ വന്നു, ആഫ്രിക്കൻ യൂണിയൻ. ഇപ്പൊ അങ്ങനെ ടോട്ടൽ 21 ആയി. G20യുടെ പേരേ മാറി G21 ആയി. ഇനി ഇതിന്റെ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. അമിതാഭ് കാന്ത് ആയിരുന്നു ഇതിന്റെ ഷെർപ്പ എന്ന് കൂടി ഓർക്കുക. G20 മീറ്റിംഗ് ഇവിടെ വെച്ച് നടന്നു. ന്യൂഡൽഹിയിലാണ്, പ്രഗതി മൈതാനിലാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് കൺട്രി ആകുന്നത്. നരേന്ദ്രമോദി ആയിരുന്നു ചെയർമാൻ. അടുത്തത് നമ്മളുടെ ഉത്തരം എല്ലാം ശരി. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ബാങ്കുകൾ, കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ പൈസ ഒക്കെ തീർന്നു. വേറെ ബാങ്കുകളൊക്കെ വന്ന് ഇങ്ങനെ കടം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ പൈസയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടം വാങ്ങിക്കും. എന്നിട്ട് മറ്റ് ബാങ്കുകൾക്ക് ഇത് കൊടുക്കും. അന്നേരം ഈ ബാങ്കിന് കടം വാങ്ങിച്ച പൈസ ഇങ്ങോട്ട് വെറുതെ കൊടുക്കാൻ പറ്റും? ഈ ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യണം? ഒരു പലിശ കൊടുക്കണം. ഇവര് പണം തന്നതിന് പകരമായിട്ടൊരു പലിശ കടം കൊടുക്കണം. ഈ ഒരു പലിശയാണ്, കടം തന്നതിനാണ് പലിശ കൊടുക്കുന്ന റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ റിപ്പോ നിരക്കാണ്, അതായത് റിസർവ് ബാങ്ക് ആണ് കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്, ഇവരാണ് എല്ലാ ബാങ്കുകൾക്കും കടം കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് സാധാരണ രീതിയിലുള്ള ഒരു പ്രോസസ്സ്. അപ്പൊ ഇതിന് ഈ റിസർവ് ബാങ്കിന് ഇവരെന്ത് ചെയ്യും? പലിശ കൊടുക്കണം. ഈ പലിശയെ റിപ്പോ നിരക്കെന്നും, തിരിച്ചു കടം വാങ്ങിച്ചാൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നും പറയുന്നത്. അപ്പൊ നമ്മളുടെ ആൻസർ എന്തായിരിക്കും? റിപ്പോ നിരക്കാണോ കൂടുതൽ, റിവേഴ്സ് റിപ്പോ നിരക്കാണോ? റിപ്പോ നിരക്കായിരിക്കും കൂടുതൽ, റിവേഴ്സ് റിപ്പോ നിരക്ക് കുറവായിരിക്കും. ആൻസർ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണിത്. ഇന്ത്യയിൽ കനേഷുമാരി സെൻസസ് ആണ്. ഇത് തുടങ്ങിയ വർഷം ഏതാണ്? 1881. ഇപ്പൊ നടന്നത് ഡിജിറ്റൽ സെൻസസ് ആണ്. 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. ഇനി അതിനുശേഷം നടന്നത് 21 കൊറോണയൊക്കെ ആയതുകൊണ്ട് ഒരു ഡിജിറ്റൽ സെൻസസ് രീതിയിലാണ് നടത്തിയത്. ചരക്ക് സേവന നികുതി എന്നാൽ എന്താണ്? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്.
അല്ലെ? പരോക്ഷ നികുതി മാത്രമാണ്, പരോക്ഷ നികുതിയാണ്. കേന്ദ്രവും സംസ്ഥാനവും ഇത് നൽകണം. അപ്പൊ പരോക്ഷ നികുതികളെല്ലാം കൂടെ ഒന്നിപ്പിച്ച് വെച്ചിട്ട് അതിന്റെ പേരിട്ടതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST എന്ന്. ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതിയും ഉണ്ട്, പരോക്ഷ നികുതിയുമുണ്ട്. ഈ പരോക്ഷ നികുതിയുടെ പേരാണ് GST. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യക്ക് സ്വർണം കിട്ടിയത് ഹോക്കി, ക്രിക്കറ്റ്, കബഡി, ആർച്ചറി, ബാഡ്മിന്റൺ, അത്ലറ്റ്സ്, ടെന്നീസ്, സ്ക്വാഷ്, ഷൂട്ടിംഗ്. ഇന്ത്യക്ക് സ്വർണം ലഭിക്കാത്ത മത്സരം ഇനമാണ് ചോദിച്ചത് റോവിങ്, ചെസ്, ഗോൾഫ്. അപ്പോ ഈ ഒരു ഗ്രൂപ്പാണ് തെറ്റായിട്ടുള്ളത്. അതിൽ ചെസ്സിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. ഇനി അടുത്ത ചോദ്യം 2046 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ആൻസർ ക്യാബിനറ്റ് മിഷനാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ്? ആൻസർ ഇന്ത്യ വിൻസ് ഫ്രീഡം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? നിർദ്ദേശക തത്വങ്ങൾ ഇതില് 1, 3, 4 ആണ് ശരി. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നയരൂപീകരണത്തില്, പദ്ധതി നടത്തിപ്പില് രാഷ്ട്രം പരിഗണിക്കേണ്ട, നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിർദ്ദേശ തത്വങ്ങൾ സംരക്ഷിക്കാൻ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മൗലിക അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ, ഹൈക്കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി, ആർട്ടിക്കിൾ 226 ഹൈക്കോടതി. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരി ഏതൊക്കെ? ആൻസർ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒരു സംസ്ഥാനതലം, കേന്ദ്രതലം വിവരാവകാശ കമ്മീഷനുകളുണ്ട്. അപ്പൊ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരലാൽ സമാരിയ ആണ്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10-ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. കോടതിയുടെ പരിഗണനയിലുള്ളതൊന്നും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതൊന്നും വെളിപ്പെടുത്തത്തില്ല. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായ പരിഹാരമാണ്. ആർട്ടിക്കിൾ 32-നെയാണ്. ഇനി താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ, ലോക്സഭ തെരഞ്ഞെടുപ്പ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിങ്കാലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ സ്നേഹ സാന്ത്വനം. ഭരണഘടന ആർട്ടിക്കിൾ 166 പ്രകാരം കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 3 ആണ് തെറ്റ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറി. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടത്തുന്നത്. അപ്പൊ തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടം, നിയന്ത്രണം മന്ത്രിയുടെ ചുമതല. അതാണ് തെറ്റായിട്ടുള്ളത്. 166 പ്രകാരം കാര്യനിർവഹണ ചട്ടങ്ങളില് സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പ് തലവൻ ആരാണ്? സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഉപദേശിക്കാനുമാണ് എന്തുള്ളത്? മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ഇത്രയുമാണ് ശരിയായിട്ടുള്ളത്. ഇനി കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? എ ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ഫെബ്രുവരി 2. ആൻസർ എന്താണ്? ഫെബ്രുവരി 2. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ
സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ദേശീയതലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അപ്പോ നമ്മളുടെ ആൻസർ വരുന്നത് 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരി. ദേശീയതലത്തിലാണ് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ് സംസ്ഥാന തലത്തിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS അഖിലേന്ത്യാ സർവീസ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അത് അഖിലേന്ത്യാ സർവീസ് അല്ല, അത് കേന്ദ്ര സർവീസാണ്. അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ് ഉണ്ട്. സംസ്ഥാന സർവീസ് ആണ് നമ്മൾ ഈ എഴുതുന്ന കേരള PSC LDC LGS സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനത്തെ തസ്തികകളല്ല. കേന്ദ്ര സർവീസ് ആണ് റെയിൽവേ, തപാല് അങ്ങനത്തെ സർവീസുകളൊക്കെ വരുന്നത്. അപ്പോ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ചോദ്യം: 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? ആൻസർ കണ്ണൂരാണ്. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ്? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ആണ് ആൻസർ. അതുപോലെ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷനും ലോകായുക്തയും സംസ്ഥാന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻസ് ആണ്. ലോക്പാൽ എന്ന് പറയുന്നത് കേന്ദ്ര അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ്. അപ്പൊ രാജ്യത്തെ ആദ്യ ലോക്പാലായിട്ട് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പിനാകി ചന്ദ്ര ഘോഷിനെയാണ് നിയമിച്ചത്. 2022 മെയ്യിൽ ഇദ്ദേഹം വിരമിച്ചു. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാല് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പിനാകി ചന്ദ്രഘോഷാണ്. പിനാകി ചന്ദ്രഘോഷ് ഇദ്ദേഹം 2022 മെയ്യിൽ വിരമിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്ക് രണ്ടാമത്തെ ലോക്പാല് വന്നു. അപ്പൊ നമ്മുടെ കറണ്ട് അഫയർ ചോദ്യമാണ്, AM ഖാൻ വിൽക്കർ ആണ് നമ്മുടെ രണ്ടാമത്തെ ലോക്പാല്. ഇപ്പോഴത്തെ നിലവിലെ ലോക്പാല് AM ഖാൻ വിൽക്കർ. അപ്പോ ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ A എന്ന് പറയുമ്പോൾ അജയ്, M എന്ന് പറയുമ്പോൾ മണിക് റാവു. മണിക് റാവു ഖാൻ വിൽക്കർ ആണ് നിലവിലെ നമ്മുടെ ലോക്പാല്. ക്ലിയർ ആണ്? അപ്പൊ നിലവിലെ ലോക്പാൽ എല്ലാവർക്കും പിടികിട്ടി? ക്ലിയർ അല്ലേ? അപ്പൊ ലോക്പാലിനെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓംബുഡ്സ്മാൻ ആരാണ്? ഓംബുഡ്സ്മാൻ, കേരളത്തിന്റെ ഓംബുഡ്സ്മാൻ ആരാണ്? KK ദിനേശനാണ്. കേരളത്തിന്റെ ഓംബുഡ്സ്മാൻ ആരാണ്? KK ദിനേശനാണ് കേരളത്തിന്റെ ഓംബുഡ്സ്മാൻ. അടുത്ത ചോദ്യം: ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ. ഉത്തരം ഓക്സിറ്റോസിൻ. കർണപടത്തിന്റെ ഇരുവശത്തും മർദ്ദം തുല്യമാകാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? യൂസ്റ്റേഷ്യൻ നാളി. IUCN എന്ന സംഘടനയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ 1, 3, 4. ജൈവ വൈവിധ്യ സംരക്ഷണം ഇതിന്റെ ലക്ഷ്യമാണ്. റെഡ് ഡേറ്റ ബുക്ക് ഇവരാണ് തയ്യാറാക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ്. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോ IUCN ആസ്ഥാനം എവിടെയാണ് എന്ന് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. എവിടെയാണ് IUCN ആസ്ഥാനം വരുന്നത്? ആൻസർ ഗ്ലാൻഡ് എന്ന സ്ഥലമാണ്. അത് സ്വിറ്റ്സർലൻഡിലാണ്. ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യം അല്ലെങ്കിൽ ഗ്ലാൻഡ് എന്ന സ്ഥലമായിട്ട് വരും. ഇനി നമുക്ക് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗത്തിലേക്ക് പോകാം. എയ്ഡ്സ്. രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നത് എയ്ഡ്സ് ആണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാൾ. സുന്ദർ വനം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം കൂടിയാണ്. ഇനി രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? ആൻസർ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. ഇത് എന്താണ്? ജനിതക രോഗമാണ്. അപ്പൊ ഇത് രോഗാണുക്കളുടെ പ്രസൻസ് അല്ല. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ആൻസർ പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥിയാണ് നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ആൻസർ ചൈനയാണ്.
ചൈന. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കൽ ദൂരം എത്രയായിരിക്കും? അപ്പൊ വക്രതാ ദൂരം തന്നിട്ടുണ്ട്, ഫോക്കൽ ദൂരം കണ്ടുപിടിക്കണം. ആൻസർ 10 സെന്റിമീറ്റർ. ഇതിനെ ബൈ 2 ചെയ്യുക. നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് 2f എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫോക്കൽ ദൂരം തന്നിട്ടുണ്ട്, റേഡിയസ് എന്ന് പറയുന്നത് 2f ആണ്, ഫോക്കൽ ദൂരം r/2 ആണ്. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുന്നു. അതിന്റെ തിരശ്ചീന പരിധി പരമാവധി ഉയരം തമ്മിലുള്ള അനുപാതം എത്രയാണ്? 4:1. 45 ഡിഗ്രി ആണെങ്കിൽ മാക്സിമം ഹൈറ്റിൽ ഇത് എത്തും. വക്രരേഖ ഏറ്റവും മാക്സിമം വരുന്നത് 45 ഡിഗ്രിയിലാണ്. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ അൾട്രാവയലറ്റ് തരംഗങ്ങളാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ, പ്രജ്ഞാൻ റോവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? ആൻസർ 14 ഭൗമ ദിനങ്ങൾ. 14 ഭൗമ ദിനങ്ങൾ. പ്രജ്ഞാനെന്നോ പ്രഗ്യാനെന്നോ റോവറിനെ പറയാറുണ്ട്. ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട് സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? 2023 ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ് 2023 ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പോ ഫിസിക്സ് 2023 നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട് നൊബേൽ വിന്നേഴ്സിനെ കുറിച്ച്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മൾ ഫിസിക്സിന്റെ പറയുകയാണ്. ഒന്നാമത്തെ വ്യക്തിയാണ് ഫെറങ്ക് ക്രൗസർ. അടുത്ത വ്യക്തിയാണ് ആനി എൽ ഹ്യുള്ളർ. ഇനി മൂന്നാമത്തെ ആള് പിയറി അഗോസ്റ്റിനി. ഇവർ 3 പേർക്കാണ് ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. മർദ്ദം നന്നായിട്ട് കൂട്ടുക, ഊഷ്മാവ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വർണ്ണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാ റീജിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? 3 HCl, 1 HNO3. അപ്പൊ 3 ഹൈഡ്രോക്ലോറിക് ആസിഡ്, 1 നൈട്രിക് ആസിഡ്, 3:1 എന്ന റേഷ്യോ ആണ്. അപ്പൊ HCl-ഉം ഉണ്ട്, HNO3-യും ഉണ്ട്. ഇതാണ് അക്വാ റീജിയ. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു. പ്ലാറ്റിനം, സ്വർണം ഇതൊക്കെ ലയിക്കും. അപ്പൊ ഈ സ്വർണത്തിനെ പ്ലാറ്റിനത്തെയൊക്കെ ശുദ്ധീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ്. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. ഏകാത്മക മിശ്രിതം എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം ഒക്കെ എന്താണ്? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് ലീനമേത് ലായകമേത് എന്നുള്ള, അതായത് നമുക്ക് ലായകം പോലെ തന്നെ തോന്നും. ഉപ്പ് എന്ന് പറയുന്നത് ലീനമാണ്, ചെറുത്. ലായകം വെള്ളമാണ്. ഈ സൊല്യൂഷനെ ലായനി എന്ന് പറയും. ഭിന്നാത്മക മിശ്രിതത്തിന് എക്സാമ്പിൾ ആണ് ചോക്ക് പൊടിയും വെള്ളവും കൂടെ കലക്കി വെക്കുന്നത്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനാണ് രസതന്ത്ര മേഖലയിൽ സമ്മാനം ലഭിച്ചത്. കെമിസ്ട്രിയിൽ ലഭിച്ചത് അലക്സി എക്കിമോവ്, അതുപോലെ ലൂയിസ് ഇ ബ്രൂസ്, പിന്നെ മൗങ്കി ബാവണ്ടി. ഈ 3 പേർക്കാണ് ലഭിച്ചത്. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റില് കൂടുതലുള്ള ഘടകം ഏതാണ്? സിമന്റിൽ കൂടുതലായിട്ടുള്ള ഘടകം കാൽസ്യം ഓക്സൈഡ് ആണ്, CaO. ജിപ്സം എന്ന് പറയുന്നത് CaSO4 2H2 ആണ്. ഇനി മലയാള നാടകങ്ങളില് സ്ത്രീ കഥാപാത്രങ്ങളില് അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? നമ്മുടെ ആൻസർ അലിംഗം. ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവലാണ് അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ഹർമൻപ്രീത് കൗർ. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണ്? PP രാമചന്ദ്രൻ. താഴെ പറയുന്ന വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ആൻസർ BNCAP ആണ്. വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് BNCAP.
അപ്പോ നമുക്ക് ആൻസർ കിട്ടി. BNCAP ആണ് നമ്മുടെ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി. ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ആണ് BNCAP. ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ആണ്, വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് നമ്മളുടെ BNCAP. അപ്പൊ ക്രാഷ് ടെസ്റ്റുകളിൽ പ്രകടനത്തെ അടിസ്ഥാനമാക്കി വാഹനങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്നതിനുള്ള സംവിധാനം നിർദ്ദേശിക്കുന്ന ഒരു പുതിയ കാർ സേഫ്റ്റി അസസ്മെന്റ് പ്രോഗ്രാം ആണിത്. വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണിത്. ടെസ്റ്റ് കാറുകള് ക്രാഷ് ചെയ്യുക, സുരക്ഷാ ഫീച്ചറുകള്, സാങ്കേതിക വിദ്യ, പ്രകടന വിലയിരുത്തലുകളൊക്കെ നടത്തി സുരക്ഷാ പ്രകടനത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണ്, അത് പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ സമഗ്രമായ പരിശോധനയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. സുരക്ഷാ അവബോധം വളർത്തുക, റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഇങ്ങനത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം 1, 2, 3 ശരി. CV രാമൻപിള്ള പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ ഹെമ്മിംഗ്വേ, ONV അലക്സാണ്ടർ പുഷ്കിൻ. ഇത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. കഥകളി കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന CV രാമൻപിള്ളയാണ്. കേരള ഹെമ്മിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV ആണ്. വള്ളത്തോളിനെ കേരള ടെന്നിസൺ എന്നാണ് അറിയപ്പെടുന്നത്. ടെന്നിസൺ. ഇനി വള്ളത്തോളിന്റെ മറ്റ് അപരനാമങ്ങളാണ് കേരള വാൽമീകി, ശബ്ദസുന്ദരൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ ടെന്നിസൺ എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ വള്ളത്തോൾ ടെന്നിസൺ അത് ശരിയാണെന്ന് എഴുതിയേനെ. വിജ്ഞാനകോശം രചിച്ചത് ആരാണ്? ആൻസർ ഐമനം കൃഷ്ണ കൈമള. തകഴി ശിവശങ്കര പിള്ളയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ച കൃതി ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. തകഴിക്ക് 94 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. 1985 പത്മഭൂഷൺ ലഭിച്ചു. 84 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. വയലാർ അവാർഡ് ലഭിച്ചു. ഇനി 1957 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ MT വാസുദേവൻ നായർ 57 മിനിറ്റ് ദൈർഘ്യമുള്ള തകഴി എന്ന ഡോക്യുമെന്ററി സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. 1998 നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ മരണത്തിന് 1 വർഷം മുമ്പ് ഇത് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. 2001 കേരള ഗവൺമെന്റ് തകഴി മെമ്മോറിയൽ മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. തകഴി മെമ്മോറിയൽ മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1957 ചെമ്മീൻ എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1965 കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, ഏണിപ്പടികൾക്കാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത്. കയർ എന്ന നോവലിനാണ് 1984 വയലാർ അവാർഡ് ലഭിച്ചത്. 1984 തന്നെ ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഇനി ഇദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം 1989 ഇന്ത്യ ഗവൺമെന്റ് നൽകി. ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട സഹപ്രവർത്തകൻ കൂടിയായിരുന്നു. 1994 എഴുത്തച്ഛൻ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത്. 96 മഹാത്മാഗാന്ധി സർവകലാശാല അദ്ദേഹത്തെ ഓണററി ഡോക്ടറേറ്റ് ഡീലിറ്റ് പുരസ്കാരം നൽകി ആദരിച്ചു. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് തപാൽ സ്റ്റാമ്പ് ഇന്ത്യ ഗവൺമെന്റ് 2003 പുറത്തിറക്കി. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ഡോക്യുമെന്ററി ഫിലിം നിർമ്മിക്കാൻ സാഹിത്യ അക്കാദമി ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ MT വാസുദേവൻ നായർ 57 മിനിറ്റ് ദൈർഘ്യമുള്ള തകഴിയുടെ ഒരു ഡോക്യുമെന്ററി സിനിമ നിർമ്മിച്ചു. 98 നമ്മുടെ തകഴി മരിക്കുന്നതിന് 1 വർഷം മുമ്പ് ഇത് പുറത്തിറക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വീട് ശങ്കരമംഗലം 2000 കേരള സർക്കാർ ഏറ്റെടുത്തു. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് 2001 തകഴി മെമ്മോറിയൽ ഇത് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോ തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ച് പറയുമ്പോൾ തകഴി ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. 2012 ജനിച്ചു. 99 അന്തരിച്ചു. ആലപ്പുഴയിൽ വെച്ചിട്ട് തന്നെയാണ് അന്തരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന
ബി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് തിരിച്ചു മാറ്റാൻ കഴിവുണ്ട് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? 2000 ഒക്ടോബർ 17. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക? നമ്മുടെ ആൻസർ ന്യൂ ലിനക്സ് എന്ന് പറയുമ്പോൾ അത് XT4 ആണ്. ഇനി മൈക്രോസോഫ്റ്റ് വിൻഡോസ് NTFS ആണ്. ആപ്പിൾ OS മാക്സ് HPFS ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗ് 2 സ്വർണം 1 വെള്ളി 1 വെങ്കലം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഐശ്വരി പ്രതാപ് സിംഗ് തോമറ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോഴാണ്. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഡി ആണ്. അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ഗുണനിലവാരം, വില അറിയിക്കാനുള്ള അവകാശമുണ്ട്. അന്യായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശവുമുണ്ട്. ഗാർഹിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ഉത്തരം കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകൾ, സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് സ്ത്രീകളുടെ സംരക്ഷണം നോക്കുന്നത്. മാതാപിതാക്കൾ മുതിർന്നവരുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശി സ്വീകരിക്കുകയോ ചെയ്താൽ മാതാപിതാക്കൾ മുതിർന്നവരുടെ പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനാണ് അവരുടെ സ്വത്ത് സ്വീകരിച്ചാൽ. ഇനി 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷത്തിൽ കൂടാത്ത തടവാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 32. താഴെ പറയുന്നതിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ? ആൻസർ ജയന്തി പട്നായിക്. മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പീഡിൽ പോകുന്നു. 72 സി ആണ്. 73 ഡിലീറ്റ് ചെയ്തു. 74 സി ആണ്. 75 നമ്മളുടെ ആൻസർ എ ആണ്. 76 ആൻസർ ഡി ആണ്. 77 ആൻസർ ഡിലീറ്റ് ചെയ്തു. 78 ഡി ആണ്. 79 ബി ആണ്. 80 ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ 81ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഹാരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി. ഒരു സ്പെഷ്യൽ കാര്യം പറയുന്നു, അതുകൊണ്ട് മിമിക്രി. ഷീ ഡാഷ് ഫോർ 2 hours. ആൻസർ ഷീ ഹാസ് ബീൻ സിംഗിങ് ഫോർ 2 hours. ഫോർ സിൻസ് വരുമ്പോഴത്തേക്ക് പാർട്ടിസിപ്പൽ ടെൻസ്. ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. അപ്പൊ ഹാർഡ്ലി വന്നു, അപ്പൊ നെഗറ്റീവ് ഉണ്ട്. ഇനി പോസിറ്റീവ് മതി. ഡസ് ഹി. ഇനി പാസീവ് വോയിസ് ആണ്. He is painting the house. The house is being. Painting ing വന്നുകൊണ്ട് being വേണം. ടെൻസ് ചേഞ്ച് ഇല്ല, ഈസ് തന്നെ. അപ്പൊ ഈസ് ബീയിങ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇഫ് ഐ വേർ എ മില്യണയർ, വേർ ആണ്, പാസ്റ്റ് ആണ്. അപ്പോ ആൻസർ വരുമ്പോൾ പാസ്റ്റിൽ തന്നെ വുഡ് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് വുഡ് ഗീവ്. ഹാർഡ് പ്ലസ് V3 ആയിരുന്നെങ്കിൽ വുഡ് ഹാവ് വന്നേനെ. ചൂസ് ദ കറക്റ്റ് ആന്റണിം ഓഫ് ദ ഗിവൺ വേർഡ് ഡിഫീറ്റ്. ഡിഫീറ്റിന്റെ ഓപ്പോസിറ്റ് ട്രെൻഡ്സ്. ഇനി വൈ ഡിഡ് യു ഡാഷ് അവർ മീറ്റിംഗ്? ഫ്രേസോ വെർബ് ആണ് വേണ്ടത്. കോൾ ഓഫ്. ചൂസ് ദി കറക്റ്റ് സിനോണിം ആണ് സബ് ലൈൻ. ആൻസർ നോബൽ. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ഫോക്സ്. ഫോക്സിന്റെ ഫെമിനിൻ ജെൻഡർ വിക്സൺ. അടുത്ത ചോദ്യം കറക്റ്റ് സ്പെല്ലിംഗ് ആണ് മില്ലേനിയം. ഇനി നമുക്ക് 91ാമത്തെ ചോദ്യമാണ്. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഏതാണ്? വായസം. മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? മാരാർ എന്ന് പറയുമ്പോൾ പൂജക ബഹുവചനത്തിലാണ് പെടുന്നത്. പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ്? പുല്ലിംഗത്തിൽ പെടാത്തത് കുട്ടിയാണ്. അധ്യാപകൻ, പുരുഷൻ, അവൻ, ഇതെല്ലാം പുല്ലിംഗമാണ്.
ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ അത്ഭുതമാണ്. അത്ഭുതം. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം വരുന്ന പ്രയോഗ ശൈലി ഏതാണ്? ആൻസർ അഴകിയ രാവണൻ. ഇനി താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ഏതാണ്? ഭൂമി, ക്ഷിതി. ക്ഷിതി, ഭൂമി. അടുത്തത് നിന്ദ എന്ന പദത്തിന്റെ വിപരീതം എന്ത്? നിന്ദ, സ്തുതിക്കുക. കാറ്റുള്ളപ്പോൾ തൂറ്റണം, അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. ആഗമസന്ധി ഉദാഹരണം എന്ത്? വഴിയുണ്ട്, വാഴയില്ല, യാ, വാ ഇതൊക്കെ വരുന്നതാണ് ആഗമസന്ധി. യഥാ അധികം ഇഷ്ടം യഥേഷ്ടമാണ്. യഥേഷ്ടം. 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.